എല്ലാവർക്കും C2N അക്കാദമിയുടെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ICDS സൂപ്പർവൈസറിന് തയ്യാറെടുക്കുന്നവർക്കായിട്ട് C2N അക്കാദമി ഒരുക്കിയിട്ടുള്ള ഓൺലൈൻ ക്ലാസ് ഇന്നിവിടെ ആരംഭിക്കുകയാണ്. എൻ്റെ പേര് ഷംസുദ്ദീൻ. GK പാട്ടിനകത്ത് നിങ്ങൾക്ക് പ്രതിസന്ധിയായിട്ട് തോന്നുന്ന കുറേയേറെ GKകളെ കഥകളായി, കോഡുകളായി, കണക്ഷനുകളായി നമുക്ക് വളരെ എളുപ്പത്തിൽ പഠിച്ചെടുക്കാൻ കഴിയുന്ന ഒരു പുതിയ മെത്തേഡുമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നത്. ICDS സൂപ്പർവൈസറിന് ശ്രമിക്കുന്ന നിങ്ങൾക്ക് കുറേയേറെ പ്രതിസന്ധികൾ, മറ്റുള്ള PSC ഉദ്യോഗാർത്ഥികളെ അപേക്ഷിച്ചുകൊണ്ട് നിരവധി പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്നവരാണ് നമ്മൾ ICDS സൂപ്പർവൈസറിന് ശ്രമിക്കുന്ന ഓരോ ഉദ്യോഗാർത്ഥിയും. ഒന്ന്, ജോലിഭാരം ഒരു വശത്തും, മറുവശത്ത് കുടുംബത്തിനകത്തെ നിരവധിയായ പ്രശ്നങ്ങളും അതിന്മേലുള്ള നിയന്ത്രണങ്ങളും. ഇതെല്ലാം കഴിഞ്ഞിട്ട് വേണം നമുക്ക് പഠിക്കാൻ സമയം കണ്ടെത്താൻ. അതിനായിട്ടാണ് C2N അക്കാദമി നിങ്ങൾക്ക് ഏറ്റവും എളുപ്പമായ രീതിയിൽ ഏത് തൊഴിൽ ചെയ്യുന്ന വേളയിലും പഠിച്ചെടുക്കാൻ കഴിയുന്ന വിധത്തിലും മുഴുവൻ മാർക്ക് സ്കോർ ചെയ്യാൻ കഴിയുന്ന തരത്തിലേക്ക് GK പാട്ടുകളെ ഓരോ ചാപ്റ്ററുകളാക്കി വേർതിരിച്ച് അതിനെ പഠിക്കാൻ കഴിയുന്ന ഏറ്റവും എളുപ്പമായ രീതിയുമായിട്ട് കടന്നു വരുന്നത്. എല്ലാവരും ക്ലാസ് ശ്രദ്ധിക്കുക. പരമാവധി സംശയങ്ങളെല്ലാം കമൻ്റായി തരിക. മറുപടികൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് നൽകുന്നതായിരിക്കും. ഏത് കാര്യത്തിലും സംശയമുണ്ടെങ്കിൽ അറിയിക്കാൻ യാതൊരു മടിയും കാണിക്കരുത്. ഇന്ന് നമ്മൾ കേരള ഹിസ്റ്ററി എന്ന ചാപ്റ്ററാണ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. PSC ഉദ്യോഗാർത്ഥികൾക്ക് പോലും വലിയ പ്രശ്നമുള്ളതാണ് ഇയറുകൾ കൃത്യമായിട്ട് ഓർത്തു വയ്ക്കുക, അതിന് കണക്ഷൻ കൊടുക്കുക എന്നുള്ളതല്ല. അതുകൊണ്ട് ഭൂരിഭാഗം വരുന്ന ഉദ്യോഗാർത്ഥികളും വിട്ടുകളയുന്ന ഒന്നാണ് ഇയർ കണക്ഷനായിട്ടുള്ള ഫാക്റ്റുകളെല്ലാം. എന്നാൽ നമ്മളിവിടെ കേരള ഹിസ്റ്ററി ഇയർ കണക്ഷനോടുകൂടി തന്നെ വളരെ സിമ്പിളായിട്ട് ഓരോന്നിന് കണക്ഷനായിട്ട് നമ്മൾ പഠിക്കാൻ തുടങ്ങിയാണ്. അതിനു മുൻപ് നമ്മൾ പഠിക്കേണ്ട ഒരു വർഷം, ഏറ്റവും ആദ്യം ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ ഓർത്തിരിക്കേണ്ട വർഷമാണ് 1453. ഈ 1453 യഥാർത്ഥത്തിൽ കേരളത്തിന്റെ ചരിത്രത്തിൽ വഴിത്തിരിവായി മാറിയ വർഷം എന്ന് പറയുന്നത്. 1453 തുർക്കി കോൺസ്റ്റാന്റിനോപ്പിൾ എന്ന് പറയുന്ന പ്രദേശം പിടിച്ചെടുക്കുന്നത്. അതോടുകൂടി യൂറോപ്പിലേക്കുണ്ടായിരുന്ന നമ്മുടെ ഇവിടെയുള്ള സുഗന്ധവ്യഞ്ജനങ്ങളെല്ലാം വ്യാപാരം നിലയ്ക്കുകയും തൽഫലമായിട്ട് യൂറോപ്യന്മാർ കേരളത്തിനകത്തേക്ക് ഈ സുഗന്ധവ്യഞ്ജനങ്ങളെ തേടി വരികയും ചെയ്തതാണ് ഇന്ന് ഈ കാണുന്ന സകല മാറ്റങ്ങൾക്കും നിദാനമായിട്ടുള്ളത്. ഇവിടെ PSC ഒന്നേ ചോദിക്കൂ, തുർക്കിക്കാർ കോൺസ്റ്റാന്റിനോപ്പിൾ പിടിച്ചെടുത്ത വർഷം 1453. കോൺസ്റ്റാന്റിനോപ്പിളിന്റെ ഇപ്പോഴത്തെ പേരെന്താണ്? ഇസ്താംബുൾ. ഇപ്പോഴും തുർക്കിയുടെ ക്യാപിറ്റലാണ് ഇസ്താംബുൾ. ഈ 3 ചോദ്യം മാത്രമേ ഇതുവരെ PSC ചോദിച്ചിട്ടുള്ളൂ. പിന്നീട് യൂറോപ്യന്മാർ നിരവധിയായ ആളുകൾ കേരളവും കേരളത്തിനകത്ത് സുഗന്ധവ്യഞ്ജനങ്ങളും തേടി യാത്ര തിരിച്ചു. അതിൽ ഏറ്റവും മുൻപന്മാരായി നിന്നത് പോർച്ചുഗീസുകാർ തന്നെയായിരുന്നു. അങ്ങനെ പോർച്ചുഗീസ് നാവികനായ കൊളംബസ് ഇന്ത്യയിലേക്ക് യാത്ര തിരിക്കുകയും അവസാനം അമേരിക്കയിൽ പോയി അമേരിക്ക കണ്ടെത്തുകയും ചെയ്തു. അമേരിക്ക കണ്ടെത്തിയ ആളായി കൊളംബസ് മാറിയതും നിങ്ങൾക്കറിയാം. അങ്ങനെ ഇന്ത്യയിലേക്ക് യാത്ര തിരിക്കാൻ തീരുമാനിക്കുന്നത് പോർച്ചുഗലിലെ രാജാവായിരുന്ന ഫോർട്ട് മാനുവൽ രാജാവാണ്. രാജാവ് 3 കപ്പൽ വ്യൂഹത്തെ തയ്യാറാക്കിക്കൊണ്ട് കേരളത്തിനകത്തേക്ക്, ഇന്ത്യക്കകത്തേക്ക് കടന്നു വരാനുള്ള ഒരു തയ്യാറെടുപ്പ് നടത്തിയ വേളയിൽ ആ കപ്പലിന്റെ നാവികൻ മരണപ്പെടുകയും തൻ്റെ മകനായ വാസ്കോ ഡ ഗാമ ഇന്ത്യയിലേക്ക് യാത്ര തിരിക്കുകയും ചെയ്ത വർഷമാണ് 1497. 1497 പോർച്ചുഗലിന്റെ ക്യാപിറ്റലായ ലിസ്ബണിലെ ബേലം തുറമുഖത്തു നിന്നും വാസ്കോ ഡ ഗാമയും പരിവാരങ്ങളും സെന്റ് ഗബ്രിയേൽ, സെന്റ് റാഫേൽ, സെന്റ് ബെറിയോ തുടങ്ങിയ 3 കപ്പലുകളിലായിട്ട് പോർച്ചുഗലിന്റെ ക്യാപിറ്റലായ ബേലം തുറമുഖത്തു നിന്നും 1497 യാത്ര തിരിച്ചു. ആ കാലഘട്ടം നമുക്കറിയാം. കടലിലൂടെ പായ്ക്കപ്പലുകളിലാണ് സഞ്ചാരം. ഏകദേശം 6 മാസമെങ്കിലും മിനിമം എടുക്കും കേരളത്തിൽ വരാൻ. പക്ഷെ വാസ്കോ ഡ ഗാമയും പരിവാരങ്ങളും കുറേയേറെയൊക്കെ ചിറ്റിയിട്ട് 317 ദിവസം എടുത്തു കേരളത്തിനകത്തേക്ക് എത്തിച്ചേരാൻ. ഇനി നിങ്ങൾ ഓരോ വർഷവും തിരിച്ചു പോകുന്നതായിട്ടും വരുന്നതുമായിട്ട് ഓരോ വർഷം കണക്ട് ചെയ്തു പോയാൽ ഈ പോർച്ചുഗീസ് ഹിസ്റ്ററിയിൽ നമുക്ക് കൃത്യമായി ഇയർ കണക്ട് ചെയ്ത് വെക്കാം. ഫസ്റ്റ് ഞാൻ പറഞ്ഞു 1453 കോൺസ്റ്റാന്റിനോപ്പിൾ പിടിച്ചെടുത്തു. കോൺസ്റ്റാന്റിനോപ്പിളിന്റെ ഇപ്പോഴത്തെ പേരാണ് ഇസ്താംബുൾ. തുർക്കിയുടെ ക്യാപിറ്റൽ കൂടിയാണ് ഇസ്താംബുൾ. ആ 3 ചോദ്യം കഴിഞ്ഞാൽ പിന്നീട് PSC ചോദിക്കുക, വാസ്കോ ഡ ഗാമയും പരിവാരങ്ങളും പുറപ്പെട്ട തുറമുഖം ഏതാണ്? ബേലം തുറമുഖത്തു നിന്നാണ്. ബേലം തുറമുഖം ഏത് രാജ്യത്താണ് സ്ഥിതി ചെയ്യുന്നത്? പോർച്ചുഗലിലാണ്. പിന്നെ ചോദിക്കുക, ഏത് സ്ഥലത്ത് നിന്നായിരുന്നു വാസ്കോ ഡ ഗാമയും പരിവാരങ്ങളും പുറപ്പെട്ടത് എന്നാണ്. ലിസ്ബണിൽ നിന്നാണ്. വെറുതെ PSC ചോദിക്കാറുണ്ട്, പോർച്ചുഗലിന്റെ ക്യാപിറ്റൽ ഏതാണ്? ലിസ്ബണാണ്. അപ്പൊ കുറേയേറെ ഉത്തരങ്ങൾ ഈ ഒരൊറ്റ പോയിന്റിൽ തന്നെ നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞിട്ടുണ്ട്. വന്ന കപ്പലുകളാണ് സെന്റ് ഗബ്രിയേൽ, സെന്റ് റാഫേൽ, സെന്റ് ബെറിയോ. ഇങ്ങനെ ഈ 3 കപ്പലുകൾ സഞ്ചരിച്ച് 1498 കോഴിക്കോട്, കാപ്പാട്,
ചേമഞ്ചേരി പഞ്ചായത്തിൽ വാസ്കോഡ് ഗാമയും പരിവാരങ്ങളും വന്നെത്തിക്കഴിഞ്ഞിരിക്കുന്നു. 1498 വാസ്കോഡ് ഗാമ കോഴിക്കോട് കാപ്പാട് ചേമഞ്ചേരിയിൽ കാലും കുത്തുന്നത്. വാസ്കോഡ് ഗാമ സഞ്ചരിച്ച കപ്പലിനെ കുറിച്ച് പിന്നെ PSC ചോദിക്കലുണ്ട്. വാസ്കോഡ് ഗാമ കടന്നു വന്ന കപ്പലായിരുന്നു സെന്റ് ഗബ്രിയേൽ എന്നത്. വാസ്കോഡ് ഗാമയുടെ സഹോദരനായ പൗലോഡി ഗാമയും ഈ യാത്രാ സംഘത്തിലുണ്ടായിരുന്നു. അദ്ദേഹം സഞ്ചരിച്ച കപ്പലായിരുന്നു സെന്റ് റാഫേൽ. ഇപ്പൊ വാസ്കോഡ് ഗാമ സഞ്ചരിച്ച കപ്പലായിരുന്നു സെന്റ് ഗബ്രിയേൽ. വാസ്കോഡ് ഗാമയുടെ സഹോദരനായിരുന്ന പൗലോഡി ഗാമ സഞ്ചരിച്ച കപ്പലായിരുന്നു സെന്റ് റാഫേൽ. പിന്നീട് PSC ഉദ്യോഗാർത്ഥികളെ സംശയത്തിന് നിലനിർത്താൻ വേണ്ടി സെന്റ് ബെറിയോ കപ്പലിന്റെ നാവികനാരായിരുന്നു. അദ്ദേഹമായിരുന്നു യഥാർത്ഥത്തിൽ കച്ചവടത്തിനായി വന്നത്. സെന്റ് ബെറിയോ കപ്പലിന്റെ നാവികനായിരുന്നു നിക്കോളോ കൊവിൽഹോ. വളരെ ഇമ്പോർട്ടന്റ് ആയ മാറ്ററാണ്. നിക്കോളോ കൊവിൽഹോ. ഒന്നുകൂടി 1497 പോർച്ചുഗലിന്റെ ക്യാപിറ്റലായ ലിസ്ബണിലെ ബേലം തുറമുഖത്തു നിന്നും സെന്റ് ഗബ്രിയേൽ, സെന്റ് റാഫേൽ, സെന്റ് ബെറിയോ തുടങ്ങിയ 3 കപ്പലുകളിലായി വാസ്കോഡ് ഗാമയും സഹോദരനായ പൗലോഡി ഗാമയും നിക്കോളോ കൊവിൽഹോയും കൂടി യാത്ര തിരിക്കുകയും 1498 കോഴിക്കോട് കാപ്പാട് ചേമഞ്ചേരി പഞ്ചായത്തിൽ ഇവർ വന്നെത്തുകയും ചെയ്തു. ഇങ്ങനെയാണ് ആദ്യമായിട്ട് കടൽ മാർഗം ഇന്ത്യയിലെത്തിയ പോർച്ചുഗീസ് നാവികനായി വാസ്കോഡ് ഗാമ മാറുന്നത്. PSC ഉദ്യോഗാർത്ഥികൾക്ക് കൺഫ്യൂസിംഗ് ജനിപ്പിക്കുവാൻ വേണ്ടി PSC നിരവധി തവണ ചോദിച്ചിട്ടുണ്ട്, ഇന്ത്യയിലെത്തിയ ആദ്യത്തെ വിദേശി ആരാണ്? ഒരു സാധാരണ ഉദ്യോഗാർത്ഥി ചെയ്യുക വാസ്കോഡ് ഗാമ എന്നായിരിക്കും. റോങ് ആയ ആൻസർ ആണ്. ഇന്ത്യയിലെത്തിയ ആദ്യ വിദേശിയാണ് മെഗസ്തനീസ്. എന്നാൽ ഇന്ത്യയിലെത്തിയ ആദ്യ യൂറോപ്യനാണ് ആര്? വാസ്കോഡി ഗാമ. പിന്നീട് നമ്മൾ പറഞ്ഞു 1 വർഷം വേണം ഇവിടെ വന്നിട്ട് തിരിച്ചു പോകാൻ എന്നത്. 1499 വാസ്കോഡ് ഗാമ ഇവിടെ നിന്നും യാത്ര തിരിച്ചു. പോർച്ചുഗൽ കൊണ്ടുപോയി ഇവിടെ നിന്ന് ശേഖരിച്ച കുരുമുളകും സുഗന്ധവ്യഞ്ജനങ്ങളും എല്ലാം വാസ്കോഡ് ഗാമ വിറ്റ് കഴിഞ്ഞപ്പോൾ രാജാവിന് 60% ലാഭം കിട്ടി. 60% ലാഭം കിട്ടിയ രാജാവ് വാസ്കോഡ് ഗാമയോട് ചോദിക്കുന്നു, വീണ്ടും കേരളത്തിൽ പോയി സുഗന്ധവ്യഞ്ജനങ്ങൾ ശേഖരിക്കാൻ പറയുന്നു. വാസ്കോഡ് ഗാമ പുറം കടലിലെ യാത്ര കൊണ്ട് അക്ഷീണനായതുകൊണ്ട് വാസ്കോഡ് ഗാമ പറയുന്നു, അടുത്ത തവണ ഞാൻ പോകാം, എനിക്ക് പകരം മറ്റൊരാളെ അയക്കൂ. അങ്ങനെ 1500 പെഡ്രോ അൽവാരസ് കബ്രാൾ എന്നയാൾ ഇന്ത്യയിലേക്ക് കടന്നു വരികയാണ്. പെഡ്രോ അൽവാരസ് കബ്രാളിനെ കുറിച്ച് PSC 2 ചോദ്യങ്ങളെ ചോദിക്കാറുള്ളൂ. വാസ്കോഡ് ഗാമയുടെ പിൻഗാമിയായി ഇന്ത്യയിലേക്ക് എത്തിയ നാവികനാണ്. വാസ്കോഡ് ഗാമയുടെ പിൻഗാമിയായി ഇന്ത്യയിലേക്ക് എത്തിയ നാവികനാണ് പെഡ്രോ അൽവാരസ് കബ്രാൾ. രണ്ടാമതായി ഇന്ത്യയിലേക്ക് എത്തിയ പോർച്ചുഗീസ് നാവികനാര്? അതും പെഡ്രോ അൽവാരസ് കബ്രാൾ. 1497 വാസ്കോഡ് ഗാമ പോർച്ചുഗലിലെ ലിസ്ബണിലെ ബേലം തുറമുഖത്തു നിന്നും ഇന്ത്യയിലേക്ക് പുറപ്പെട്ടു. 498 ഇന്ത്യയിലെത്തി. 499 തിരിച്ചുപോയി. 500 വാസ്കോഡ് ഗാമയുടെ പിൻഗാമിയായിട്ട് പെഡ്രോ അൽവാരസ് കബ്രാൾ എത്തി. ഓക്കെ, തൊട്ടടുത്ത വർഷമായ 1501 പെഡ്രോ അൽവാരസ് കബ്രാളും തിരിച്ചുപോയി. തൊട്ടടുത്ത വർഷമായ 1501 പെഡ്രോ അൽവാരസ് കബ്രാളും തിരിച്ചുപോയി. ഓക്കെ, കണക്ഷൻ കറക്റ്റ് അല്ലേ? എല്ലാ വർഷവും വന്നിട്ടുണ്ട്, വരുന്നതും തിരിച്ചു പോകുന്നതും കറക്റ്റായിട്ട് വരുന്നുണ്ട്. 1502 ആയപ്പോൾ വാസ്കോഡ് ഗാമ പൂർണ്ണ ആരോഗ്യവാനായി. വാസ്കോഡ് ഗാമ രാജാവിനെ അറിയിച്ചു, ഞാൻ വീണ്ടും ഇന്ത്യയിലേക്ക് പോകാം. അങ്ങനെ വാസ്കോഡ് ഗാമ 1502 രണ്ടാമതായി ഇന്ത്യയിലേക്ക് വന്നു. വാസ്കോഡ് ഗാമ രണ്ടാമത് വന്നതിനേക്കാൾ കൂടുതൽ ഉപരിയായി PSC ചോദിച്ചിട്ടുള്ളത് വാസ്കോഡ് ഗാമയോടൊപ്പം ഇന്ത്യയിലേക്ക് വന്ന പോർച്ചുഗീസ് നാവികനാരായിരുന്നു. 1502 രണ്ടാമതായി വാസ്കോഡ് ഗാമ 1502 രണ്ടാമതായി വാസ്കോഡ് ഗാമ കടന്നു വരുമ്പോൾ വാസ്കോഡ് ഗാമയോടൊപ്പം വന്നയാളാണ് അൽബുക്കർഗ്. പിന്നീട് ഏറ്റവും ശക്തനായ പോർച്ചുഗീസ് വൈസ്രോയായി മാറിയ അൽബുക്കർഗ് ഇന്ത്യയിലേക്ക് ആദ്യമായിട്ട് വരുന്ന വർഷമാണ് 1502. 1502 കച്ചവടത്തിനായി വന്ന വാസ്കോഡ് ഗാമ തിരിച്ചു പോയെങ്കിലും അൽബുക്കർഗ് ഇവിടെ നിലയുറപ്പിച്ചു. അങ്ങനെ 1503 വാസ്കോഡ് ഗാമ ആദ്യം കോഴിക്കോടാണ് വന്നതെങ്കിലും സാമൂതിരിയുമായിട്ട് കച്ചവട ബന്ധത്തിനായിട്ട് കാര്യങ്ങൾ സംസാരിച്ചെങ്കിലും സാമൂതിരി സമ്മതിച്ചില്ല. പക്ഷെ കൊച്ചി രാജാവാണ് വാസ്കോഡ് ഗാമയെ സ്വീകരിച്ചത്. അതുകൊണ്ട് തന്നെ പോർച്ചുഗീസുകാർക്ക് എപ്പോഴും ആ കാലത്ത് പ്രിയം കൊച്ചിയായിരുന്നു. കൊച്ചിയിലേക്ക് വന്ന അൽബുക്കർഗ് തങ്ങളുടെ രാജാവായ വാസ്കോഡ് ഗാമയെ അയച്ച രാജാവായ ഫോർട്ട് മാനുവലിനു വേണ്ടി കൊച്ചിയിൽ ഒരു കൊട്ടാരം പണി കഴിപ്പിച്ചു. ഫോർട്ട് മാനുവൽ കൊട്ടാരം. പള്ളിപ്പുറം കോട്ട, ആയക്കോട്ട, വൈപ്പിൻ കോട്ട എന്നീ പേരുകൾ അറിയപ്പെടുന്ന ഫോർട്ട് മാനുവൽ കോട്ട പണി കഴിപ്പിച്ച വർഷം PSC എപ്പോഴും ചോദിക്കലുണ്ട്. പണി കഴിപ്പിച്ചതാരാണ്? ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യമാണ്, പണി കഴിപ്പിച്ചതാരാണ്? അൽബുക്കർഗ് ആയിരുന്നു ഈ ഫോർട്ട് മാനുവൽ
പണി കഴിപ്പിച്ചത്. തന്റെ രാജാവിന്റെ സ്മരണാർത്ഥം പണി കഴിപ്പിച്ച ഫോർട്ട് മാനുവൽ. അതിനേക്കാൾ ഉപരിയായി PSC ചോദിക്കുക, ഇന്ത്യയിൽ യൂറോപ്യന്മാർ നിർമ്മിച്ച ആദ്യത്തെ നിർമ്മിതി ഏത്? ഇന്ത്യയിൽ യൂറോപ്യന്മാർ നിർമ്മിച്ച ആദ്യത്തെ നിർമ്മിതിയാണ് ഫോർട്ട് മാനുവൽ കോട്ട. ഒന്നുകൂടി റിവേഴ്സ് പോവാണ്. 1453 കോൺസ്റ്റാന്റിനോപ്പിൾ പിടിച്ചെടുക്കുന്നതോടുകൂടി യൂറോപ്പിലേക്കുള്ള വ്യാപാരം അവസാനിച്ചു. പിന്നീട് 1497 പോർച്ചുഗലിലെ രാജാവായിരുന്ന ഫോർട്ട് മാനുവൽ സെന്റ് റാഫേൽ, സെന്റ് ബെറിയോ, സെന്റ് ഗബ്രിയൽ എന്നീ കപ്പൽ വ്യൂഹത്തെ ഇന്ത്യയിലേക്ക് തയ്യാറാക്കി നിർത്തി. 1497 പോർച്ചുഗലിന്റെ ക്യാപിറ്റലായ ലിസ്ബണിലെ ബേലം തുറമുഖത്തു നിന്നും ആ കപ്പലുകൾ യാത്ര തിരിച്ചു. 1498 കോഴിക്കോട് കാപ്പാട് ചേമഞ്ചേരി പഞ്ചായത്തിൽ വാസ്കോഡ് ഗാമയും പരിവാരങ്ങളും വന്നിറങ്ങി. വാസ്കോഡ് ഗാമ സഞ്ചരിച്ചിരുന്ന കപ്പലിന്റെ പേരായിരുന്നു സെന്റ് ഗബ്രിയൽ. സഹോദരനായ പൗലോഡി ഗാമ സഞ്ചരിച്ച കപ്പലിന്റെ പേരായിരുന്നു സെന്റ് റാഫേൽ. നിക്കോളോ കൊവിൽഹോ സഞ്ചരിച്ച കപ്പലിന്റെ പേരായിരുന്നു സെന്റ് ബെറിയോ. അവർ 1499 തിരിച്ചുപോയി. 1500 വാസ്കോഡ് ഗാമയുടെ പിൻഗാമിയായി പെഡ്രോ അൽവാരസ് കബ്രാൾ ഇന്ത്യയിലേക്ക് എത്തി. 501 കബ്രാളും തിരിച്ചുപോയി. വാസ്കോഡ് ഗാമയുടെ പിൻഗാമിയായി വന്ന രണ്ടാമത്തെ പോർച്ചുഗീസ് നാവികനാണ് പെഡ്രോ അൽവാരസ് കബ്രാൾ. കബ്രാൾ 501 തിരിച്ചുപോയി. 502 വാസ്കോഡ് ഗാമ രണ്ടാമതായി, 502 എന്ന് പറയുമ്പോൾ 2 കിടക്കുന്നുണ്ടോ, രണ്ടാമതായി വാസ്കോഡ് ഗാമ ഇന്ത്യയിലേക്ക് എത്തിയ വർഷമാണ് 1502. വാസ്കോഡ് ഗാമ കൂടെ കൊണ്ടുവന്ന ആളാണ് അൽബുക്കർഗ്. ഈ അൽബുക്കർഗ് വാസ്കോഡ് ഗാമയോടൊപ്പം തിരിച്ചു പോകാൻ തയ്യാറായില്ല. പകരം 1503 ഫോർട്ട് മാനുവൽ, പള്ളിപ്പുറം കോട്ട, വൈപ്പിൻ കോട്ട, ആയക്കോട്ട എന്നീ പേരുകൾ അറിയപ്പെടുന്ന കോട്ട കൊച്ചിയിൽ നിർമ്മിച്ചു. ഇതാണ് യൂറോപ്യന്മാരുടെ കേരളത്തിലെ അല്ലെങ്കിൽ ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ നിർമ്മിതിയും ആദ്യ കോട്ടയും ഫോർട്ട് മാനുവൽ കോട്ടയാണ്. 1504 അൽബുക്കർഗ് തിരിച്ചുപോയി. 1505 പോർച്ചുഗീസുകാർ കൊച്ചിക്കകത്ത് വന്നപ്പോൾ ഇവിടെ ഭരിക്കാമെന്നവർക്ക് മനസ്സിലായി. അങ്ങനെ ആദ്യത്തെ പോർച്ചുഗീസ് വൈസ്രോയി ഫ്രാൻസിസ് ഡി അൽമേഡ 1505 കേരളത്തിലേക്ക് എത്തി. അദ്ദേഹം കണ്ണൂരിൽ സെന്റ് ആഞ്ചലോസ് കോട്ട പണി കഴിപ്പിച്ചു. സെന്റ് ആഞ്ചലോസ് കോട്ട 1505 പണി കഴിപ്പിച്ച ആളാണ് ഫ്രാൻസിസ് ഡി അൽമേഡ. പേരുകളൊക്കെ പഠിക്കാൻ ചെറിയ ബുദ്ധിമുട്ടുണ്ടാവും, പക്ഷെ PSC എന്നുള്ളത് ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. അവസാനത്തെ വാക്കുകൾ അൽമേഡ എന്നോർത്ത് വെച്ചാൽ മതി, അൽവാരസ് കബ്രാൾ എന്നോർത്ത് വെച്ചാൽ മതി, അൽബുക്കർഗ് എന്നോർത്ത് വെച്ചാൽ മതി. അപ്പോൾ 1505 സെന്റ് ആഞ്ചലോസ് കോട്ട പണി കഴിപ്പിച്ചത് കണ്ണൂരിലാണ് പണി കഴിപ്പിച്ചത്. ഫ്രാൻസിസ് ഡി അൽമേഡയാണ് പണി കഴിപ്പിച്ചത്. അതുപോലെ ആ സമയത്ത് സാമൂതിരിമാരുടെ നാവിക തലവന്മാരായിരുന്ന കുഞ്ഞാലി മരക്കാരന്മാർ കടലിൽ വെച്ച് പലപ്പോഴും പോർച്ചുഗീസുകാരെയും മറ്റു യൂറോപ്യന്മാരെയും ആക്രമിച്ചിരുന്നു. ഇതിന് തടയിടാൻ വേണ്ടി ബ്ലൂ വാട്ടർ പോളിസി, നീല ജലനയം എന്നൊരു നയം കൊണ്ടുവന്നു ഫ്രാൻസിസ് ഡി അൽമേഡ. ഈ 2 ചോദ്യങ്ങൾ എവിടെ ചോദിക്കാറുള്ളൂ. സെന്റ് ആഞ്ചലോസ് കോട്ട പണി കഴിപ്പിച്ച പോർച്ചുഗീസ് വൈസ്രോയി ആരാണ്? ഫ്രാൻസിസ് ഡി അൽമേഡ. നീല ജലനയം കൊണ്ടുവന്ന പോർച്ചുഗീസ് വൈസ്രോയി ആരാണ്? ഫ്രാൻസിസ് ഡി അൽമേഡ. ആദ്യമായി ഇന്ത്യയിലേക്ക് എത്തിയ പോർച്ചുഗീസ് വൈസ്രോയി ആരാണ്? ഫ്രാൻസിസ് ഡി അൽമേഡ. ആദ്യമായി ഇന്ത്യയിലേക്ക് എത്തിയ പോർച്ചുഗീസ് നാവികനാണ് വാസ്കോ ഡി ഗാമ. ആദ്യമായി ഇന്ത്യയിലേക്ക് എത്തിയ വിദേശിയാണ് മെഗസ്തനിസ്. അപ്പൊ ഇതൊക്കെ കൃത്യമായിട്ട് ഓർത്തു വയ്ക്കുക. അടുത്ത ക്ലാസ്സിൽ കുറച്ച് വിദേശികളെ കൂടിയുണ്ട്, നമുക്കത് ഉൾപ്പെടുത്തി പോകാം. പിന്നീട് നമുക്ക് ആകെ പഠിക്കാനുള്ള 1509 1510 1509 PSC 3 തവണ ചോദിച്ചിട്ടുണ്ട്. അൽബുക്കർഗ് വൈസ്രോയിയായി ഇന്ത്യയിലേക്ക് എത്തിയ വർഷം. അൽബുക്കർഗ് വൈസ്രോയിയായി ഇന്ത്യയിലേക്ക് എത്തിയ വർഷമാണ് 1509. ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്. 1510 ആദ്യം നമ്മൾ പറഞ്ഞിരുന്നു ഏറ്റവും കരുത്തനായ പോർച്ചുഗീസ് വൈസ്രോയിയാണ് അൽബുക്കർഗ് എന്ന്. അൽബുക്കർഗ് കൊച്ചിയൊക്കെ പതിയെ മടുത്തു തുടങ്ങി. പിന്നീട് അവർ സുഖവാസ കേന്ദ്രം, ഇവിടെ കിട്ടുന്ന പൈസ ഇവിടെ തന്നെ അടിച്ചു പൊളിച്ച് ലാവിഷായിട്ട് ജീവിക്കാൻ തീരുമാനിക്കുന്നതിന്റെ പശ്ചാത്തലത്തിൽ അവർ കണ്ട ഏറ്റവും നല്ല സ്ഥലമായിരുന്നു ഗോവ. അന്ന് ഭരിച്ചിരുന്നത് ബീജാപ്പൂർ സുൽത്താക്കന്മാരായിരുന്നു. ആ ബീജാപ്പൂർ സുൽത്താക്കന്മാരിൽ നിന്നും അൽബുക്കർഗ് ഗോവ പിടിച്ചെടുത്ത വർഷമാണ് 1510. പിന്നീട് നമുക്കറിയാം 1961 ഓപ്പറേഷൻ വിജയ്ക്ക് നേതൃത്വം നൽകിയത് മലയാളിയായ ആദ്യത്തെ കേന്ദ്ര പ്രതിരോധ മന്ത്രിയായ VK കൃഷ്ണമേനോനാണ്. VK കൃഷ്ണമേനോൻ നേതൃത്വം നൽകിയ ഓപ്പറേഷൻ വിജയിലൂടെ 1961 ഗോവ മോചിപ്പിക്കുന്നത്. നോക്കിക്കേ, ഈ 1510 മുതൽ 1961 വരെയുള്ള കാലയളവ് ഗോവ പോർച്ചുഗീസ് അധീനതയിലായിരുന്നു. അവിടെയും PSCയുടെ ചോദ്യം വരുന്നുണ്ട്, ഏറ്റവും കൂടുതൽ കാലം പോർച്ചുഗീസ് അധീനതയിലായിരുന്ന അല്ലെങ്കിൽ വൈദേശിക ആധിപത്യത്തിലായിരുന്ന ഇന്ത്യയിലെ പ്രദേശമേത്? ഗോവയാണ്. ഇന്ത്യയോട് കൂട്ടിച്ചേർക്കപ്പെട്ട
ഏറ്റവും അവസാനത്തെ കോളനി ഏത്? ഗോവയാണ്. അവിടെ നിങ്ങളൊരു കാര്യം സൂക്ഷിക്കേണ്ടത്, 2 തലത്തിൽ PSC അവിടെ ചോദിക്കാറുണ്ട്. ഇന്ത്യയോട് കൂട്ടിച്ചേർക്കപ്പെട്ട അവസാനത്തെ സംസ്ഥാനം ഏത്? അവസാനത്തെ കോളനി ഏത്? അവസാനത്തെ സംസ്ഥാനമല്ല ഗോവ. ഗോവ കൂട്ടിച്ചേർക്കപ്പെടുമ്പോൾ കേന്ദ്രഭരണ പ്രദേശമായിരുന്നു. അവസാനത്തെ സംസ്ഥാനം സിക്കിമാണ്. ഇന്ദിരാഗാന്ധി ആയിരുന്നു കൂട്ടിച്ചേർത്തത്. ആ ചോദ്യത്തെ ഒന്ന് ശ്രദ്ധിക്കുക. പിന്നീട് കുറെ കാലം ഗോവയിലായിരുന്നു. നിങ്ങൾക്കറിയാം വാസ്കോഡി ഗാമ പട്ടണമൊക്കെ സ്ഥിതി ചെയ്യുന്നത് ഗോവയിലാണ്. 1524 ഈ ഒരു വർഷം കൂടി ആണ് പോർച്ചുഗീസ് ഹിസ്റ്ററി ആയിട്ട് ബന്ധപ്പെട്ട് പ്രധാനമായിട്ടും പഠിക്കാനുള്ളൂ. ബാക്കിയെല്ലാം കേരള ഹിസ്റ്ററി ആയിട്ട് കണക്ഷൻ വരുന്നതാണ്, അല്ലെങ്കിൽ ഡച്ച് ഹിസ്റ്ററി ആയിട്ടോ ബ്രിട്ടീഷ് ഹിസ്റ്ററി ആയിട്ടോ കണക്ഷൻ വരുന്നതാണ്. ഇത്രയും ഒരു ഇയറും കഥകളുമേ പോർച്ചുഗീസ് ഹിസ്റ്ററി ആയിട്ട് മാത്രം നിങ്ങൾക്ക് പഠിക്കാനുള്ളൂ. 1524 ഈ വാസ്കോഡി ഗാമയ്ക്ക് ഇവിടെ ഭരിക്കണമെങ്കിൽ വൈസ്രോയി ആകെ തന്നെ വേണം എന്ന് പറഞ്ഞാൽ, ആ രാജ്യത്ത് തിരഞ്ഞെടുക്കപ്പെടുന്ന ഒരു ജനപ്രതിനിധിയെ മറ്റൊരു രാജ്യത്തേക്ക് ഭരിക്കാൻ അയക്കപ്പെടുമ്പോൾ അയാളെ വിളിക്കുന്ന പേരാണ് വൈസ്രോയി. അങ്ങനെ രാജാവ് വൈസ്രോയി പട്ടം വാസ്കോഡി ഗാമയ്ക്ക് കൊടുത്തിട്ട് 1524 ഇന്ത്യ ഭരിക്കാൻ വേണ്ടി പറഞ്ഞയച്ചു. ഡിസംബർ 24 തീയതി, ക്രിസ്മസിന്റെ തലേ ദിവസം എന്ന് ഓർത്ത് വെച്ചാൽ മതി. ഡിസംബർ 24 തീയതി വാസ്കോഡി ഗാമ കൊച്ചിയിൽ വെച്ച് മരണപ്പെടുകയും കൊച്ചിയിൽ പോർച്ചുഗീസ് നിർമ്മിതിയായ സെന്റ് ഫ്രാൻസിസ് ചർച്ചിൽ വാസ്കോഡി ഗാമയെ അടക്കം ചെയ്യുകയും 1528 ഇത്രയും വലിയ മഹാനെ കേരളത്തിൽ കിടത്തേണ്ടതില്ല എന്നവർ വിചാരിച്ച് ഇവിടെ നിന്നും വാസ്കോഡി ഗാമയുടെ മൃതശരീരം ലിസ്ബണിലേക്ക് തിരികെ കൊണ്ടുപോവുകയും ചെയ്തു. സമുദ്രത്തിലെ സേനാപതി എന്ന് ഫോർട്ട് മാനുവൽ രാജാവ് വിശേഷിപ്പിച്ച വ്യക്തിയായിരുന്നു വാസ്കോഡി ഗാമ. സമുദ്രത്തിലെ സേനാപതി ചോദിക്കുമ്പോൾ കുഞ്ഞാലിമരക്കാരന്മാർ ഓപ്ഷനിൽ ആദ്യം കാണും. പക്ഷെ കുഞ്ഞാലിമരക്കാരന്മാരല്ല, വാസ്കോഡി ഗാമ ആയിരുന്നു. അപ്പൊ ഇത്തരത്തിൽ ചോദ്യങ്ങളെ ശ്രദ്ധിക്കുക. ഒന്നുകൂടി നിങ്ങൾ ആ വർഷം മുഴുവനും നോക്കിക്കോ. 1497 വാസ്കോഡി ഗാമ പുറപ്പെട്ടു. 498 കേരളത്തിൽ വന്നു. 499 തിരിച്ചുപോയി. 500 പകരക്കാരൻ വന്നു. 501 തിരിച്ചുപോയി. 502 വാസ്കോഡി ഗാമ രണ്ടാമത് വന്നു. അൽബുക്കർക്കും കൂടെയുണ്ടായിരുന്നു. വാസ്കോഡി ഗാമ തിരിച്ചുപോയെങ്കിലും 503 അൽബുക്കർക്ക് കൊച്ചിയിൽ ഫോർട്ട് മാനുവൽ പണി കഴിപ്പിച്ചു. 504 തിരിച്ചുപോയി. 505 അടുത്ത വൈസ്രോയിയായി ഫ്രാൻസിസ് ഡി അൽമേഡ ഇന്ത്യയിലേക്ക് എത്തി. അത്രയും വർഷം കണക്റ്റഡ് ആണ്. പിന്നീട് 1509 10 ഇത് ഗോവയായിട്ട് ബന്ധപ്പെട്ട് പഠിക്കാനുണ്ട്. 1509 PSC 3 തവണ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ 1509 അൽബുക്കർക്ക് വൈസ്രോയിയായി മാറിയത്. ആ വൈസ്രോയിയായി മാറിയ അൽബുക്കർക്ക് 1510 ഗോവ പിടിച്ചെടുത്തു. 1961 മലയാളിയായ ആദ്യത്തെ കേന്ദ്ര പ്രതിരോധ മന്ത്രി VK കൃഷ്ണമേനോൻ ഗോവയെ മോചിപ്പിച്ചു. 1524 ഡിസംബർ 24 കേരളത്തിൽ വെച്ച് വാസ്കോഡി ഗാമ മരണപ്പെട്ടു. വാസ്കോഡി ഗാമ മൂന്നാമത് വന്ന വർഷവും 1524 മരണപ്പെട്ട വർഷം. ഇതിന്റെ ഡേറ്റ് ഡിസംബർ 24. വാസ്കോഡി ഗാമയെ ആദ്യം അടക്കം ചെയ്തത് കൊച്ചിയിലെ സെന്റ് ഫ്രാൻസിസ് ചർച്ചിലാണ്. പിന്നീട് 1520 വാസ്കോഡി ഗാമയുടെ മൃതശരീരം തിരികെ ലിസ്ബണിലേക്ക് കൊണ്ടുപോയി. ബാക്കി ഇനി കേരള ഹിസ്റ്ററിയിൽ ഡച്ചുകാരും കേരള ചരിത്രവുമായിട്ട് ബന്ധപ്പെട്ട് 1-2 കാര്യങ്ങൾ കൂടി പോർച്ചുഗീസുകാരെ പഠിക്കാനുള്ളൂ. ഇങ്ങനെ എളുപ്പത്തിൽ എല്ലാ ഇയറും കണക്ഷനായിട്ട് നമുക്ക് പഠിച്ചെടുക്കാം. 2-3 തവണ കേട്ടാൽ മതി. പിന്നീട് PSC ഇവരുടെ ഓപ്ഷൻ ചോദിക്കുമ്പോൾ 1528 വരെ നമ്മൾ പറഞ്ഞിട്ടുള്ളൂ. പക്ഷെ PSC ഇവിടെ എല്ലാം ഓപ്ഷനിൽ തരുമ്പോൾ 1600 700 ഒക്കെ ആയിരിക്കും പോർച്ചുഗീസുകാരുടെ തരിക. അങ്ങനെയും നമുക്ക് ഗസ് ചെയ്ത് ഇതെല്ലാം ആൻസർ ചെയ്യാൻ കഴിയാവുന്നതേ ഉള്ളൂ. എല്ലാവരും സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക.